വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് 2 മാസം മുമ്പ് എന്നെ കളഞ്ഞു പോയവളാണ് സാർ. ഇവളിപ്പോൾ ഡൈവോഴ്സ് ചോദിക്കുന്നത്. എന്താ ഡൈവോഴ്സ് ചോദിക്കാനുള്ള കാരണം? ഒരു റീൽ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ അറിയാത്ത ആളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കാനാണ്? എനിക്കിതൊന്നും അറിയത്തില്ല സാർ. ഇതിപ്പോൾ തന്നെയാണ് പുതിയൊരു ട്രെൻഡാണ്. ഇത് കാലങ്ങളൊക്കെ അനുസരിച്ചാണെങ്കിലും ഒരുമിച്ച് ജീവിച്ചിട്ടും പെട്ടെന്ന് ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അതിന് പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ഉപേക്ഷിച്ച് പോകുക എന്നുള്ളത് അത്ര നല്ല പരിപാടിയല്ല. ഒരു റീല് പോലും എടുക്കാൻ അറിയാൻ പാടില്ല. ഒരു കാരണം നോക്കി ആൾക്ക് അവിഹിതം ഉണ്ടാകുന്നോ അതോ കള്ളു കുടിച്ചിട്ട് തല്ലുവാണോ അല്ല മറ്റെന്തെങ്കിലും രീതിയിലായിട്ട് ശാരീരിക ബന്ധങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതുമാണ്. അതൊന്നുമല്ല. ഒരു റീൽ എടുക്കാനും പോസ്റ്റ് ചെയ്യാനും അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരാളെ ഉപേക്ഷിച്ച് പോയേക്കുവാണ്. അപ്പോൾ തന്നെ വേറെ സ്ഥാനത്ത് ഞാനൊക്കെ അറിയാവുന്ന സ്ഥാനത്ത് തന്നെ ഒരു ഒപ്പിട്ട് കൊടുക്കും, ഡൈവോഴ്സ് ഒപ്പിടും, കാരണത്തിൻ്റെ ഒരു അടിയും കൊടുക്കും. ഈ മാരി എണ്ണങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് എന്ത് കണ്ടിട്ടാണ് ഒരാൾക്ക് ചിലപ്പോൾ വിവാഹത്തിന് മുൻപൊക്കെ ഒരുമിച്ച് ആഗ്രഹം, വിവാഹത്തിന് ശേഷം ആഗ്രഹങ്ങളുണ്ടാകും. മറ്റുള്ളവരെ കൊണ്ട് പറ്റുമോ, മറ്റുള്ളവരെ കൊണ്ട് ഇത് എന്താ വെച്ചാൽ എന്നാ അത് ശരിയാവുമോ? ഇത്രയും കൂടുതൽ ഒരുമിച്ച് ജീവിച്ചാലേ ഇയാളുടെ കൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു കുഴപ്പമൊന്നുമില്ല. ഇയാൾക്ക് ഒരു ഫോട്ടോ എടുക്കില്ല, റീൽ എടുക്കില്ല, ശരി, അത് അയാൾക്ക് അറിയില്ല. ഈ രീതിയിൽ താങ്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു ഈ പെൺകുട്ടിക്ക്. അതൊരു വിഷയമല്ല. എന്നാൽ കുടുംബമൊക്കെ പുള്ളി നോക്കണില്ലേ? അത്യാവശ്യം കാര്യങ്ങളൊക്കെ മേടിച്ചു തന്നില്ലേ? ഓരോ കാരണം നോക്കുക ഡൈവോഴ്സ് ചെയ്യാൻ പറ്റില്ല. ആ പെണ്ണിൻ്റെ ജാട ഇത് വീഡിയോ ഞാൻ കണ്ട ഒരു രീതിക്കൊരു രീതി വലിയൊരു എന്തോ ഒരു ബിസിനസ് ചെയ്ത പോലെ, എന്തോ ഒരു എന്താ പറയുക, ഒരു അവാർഡ് മേടിച്ച് വാരി കൂട്ടിയ പോലെയൊക്കെ വലിയ അഹങ്കാരത്തോടെ ആ പെണ്ണ് പറയണത്. ആ മനുഷ്യനാണെങ്കിൽ ഒന്ന് കരയാൻ പോലും പറ്റുന്നില്ല. ആ മാതിരി ഒരു നിഷ്കളങ്കത ഒന്നും നമ്മളിപ്പോൾ ഒരു ജനമധ്യത്തിൽ ഇപ്പോൾ ഒന്നും ഒരു എല്ലാവർക്കും ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ക്ലാസ്സിലെല്ലാവരും പഠിപ്പിച്ചു, നമ്മൾ മാത്രം ഉഴപ്പന്മാർ. അപ്പോൾ ഇത്രയും പഠിപ്പിച്ചിട്ടുള്ള മുമ്പിൽ ഉഴപ്പൻ പെട്ട് പഠിക്കാൻ ഉത്തരം അറിയില്ലാത്ത രീതിയിലൊക്കെ സാറുമാരെ അപമാനിക്കുമ്പോൾ നമ്മൾ ചുങ്ങിപ്പോയില്ലേ? അതുപോലെയാണ് ആ മനുഷ്യൻ്റെ ഒരു രീതി. കഷ്ടമുണ്ട്. അതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ ഡൈവോഴ്സ് പേപ്പർ എടുത്തിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് നിങ്ങളുടെ കാര്യം നോക്കി പോവാം. ഈ മാതിരി എണ്ണങ്ങളൊന്നും കൂടി ജീവിക്കണേക്കാളും എത്രയോ നല്ലതാണ്.